അസ്സലാമു അലൈക്കും. റമദാൻ മാസം വിട പറയാൻ പോകുകയാണ്. ഈ അവസാന നാളുകളിൽ നാം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. രാവിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് സമാഉദ് ദുനിയയിലെ 1-ാം ആകാശത്തെ ബൈത്തുൽ ഇസ്സ എന്ന പള്ളിയിലേക്ക് ശുദ്ധമായ ഖുർആനിനെ മുഴുവനായിട്ട് ഇറക്കിയത്. അവിടെ നിന്ന് ഭൂമിയിലേക്ക് അല്ലാഹു മുനജ്ജമൻ അല്പാൽപമായി ഇറക്കിയത്. അതിന്റെ ആരംഭം കുറിച്ചത് റമദാൻ 24-ന്. റമദാനിലെ ഒരു ലൈലത്തുൽ ഖദറിലായിരുന്നു ഖുർആൻ മുഴുവനായും 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് എത്തുന്നത്. അതിനെ സംബന്ധിച്ചാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. നബിയേ, ഈ രാവിന്റെ മഹത്വം എത്രയാണെന്ന് അറിഞ്ഞോ? ഇത് 1000 മാസങ്ങളെക്കാൾ പുണ്യമായ ഒരു രാത്രിയാണ്. കേവലം 10 മണിക്കൂർ സമയം, 84 കൊല്ലങ്ങളുടെ ഇബാദത്താണ് അല്ലാഹു ഈ ഒരു രാത്രിയിൽ ഇബാദത്ത് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പോകുന്നത്. ആയുസ്സിലേക്ക് 84 ആണ്ടുകളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അല്ലാഹുവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പാപമോചനം നൽകണേ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങളോട് ചോദിച്ചുവല്ലോ, നബിയെ, ഏതാണ് ലൈലത്തുൽ ഖദർ എന്നറിയാൻ എനിക്ക് സാധ്യമായാൽ ഞാൻ എന്താണ് നബി അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്? ഖാല, ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്തല്ലോ, ഖൂലി, ആയിഷ നിങ്ങൾ പറഞ്ഞേക്കണമേ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണല്ലോ റബ്ബേ. പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത് നിനക്ക് എത്രമേൽ ഇഷ്ടമാണല്ലോ. ഫഅഫു അന്നി, അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണേ എന്ന് ആയിഷ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചോളൂ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി ആയത്തുകൾ ഓതപ്പെടുന്ന രാവാണിത്. അല്ലാഹുവിന്റെ മാലാഖമാർ ആകാശ ലോകത്ത് നിന്ന് സഫ് സഫായി ഇറങ്ങി വന്ന് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, തനസ്സലുൽ മലായിക വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം. അല്ലാഹുവേ, ഭൂമിയിലെ സത്യവിശ്വാസികൾ ഉറക്കമിളച്ച് അവർക്ക് ക്ഷീണമുണ്ട്, നോമ്പിന്റെ ക്ഷീണമുണ്ട്, പകലന്തിയോളം ജോലി എടുത്തവരാണ്. എന്നാലും നിന്റെ വിശുദ്ധ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഉറക്കം വിളിച്ച് അവർ ഇബാദത്തിലാണ്, അവർ നന്മ പഠിക്കുകയാണ്. പടച്ച റബ്ബേ, ആ സത്യവിശ്വാസികളുടെ അരികത്തേക്ക് ഞങ്ങളൊന്ന് പൊയ്ക്കോട്ടെ എന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ അല്ലാഹു സമ്മതം കൊടുക്കുന്നു എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ബിഇദ്നി റബ്ബിഹിം, അല്ലാഹു നൽകുന്ന സമ്മതത്തോടുകൂടെ മാലാഖമാർ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന രാവാണിത്. സമ്മതം അല്ലാഹു കൊടുക്കുകയാണ്. അതിനർത്ഥം മലക്കുകൾ അല്ലാഹുവിനോട് ചോദിച്ചതാണ്, ഞങ്ങൾ പോകട്ടെയോ എന്ന് മലക്കുകൾ ചോദിക്കുമ്പോഴേ അല്ലാഹു കൊടുക്കുന്ന മറുപടിയാണ്, മലക്കുകളെ പൊയ്ക്കോളൂ. അതാണ് തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. അക്കൂട്ടത്തിലുണ്ട് മാലാഖമാരുടെ നേതാവ് മഹാനായ സയ്യിദുൽ മലായിക ജിബ്രീൽ അലൈഹിസ്സലാം. ആ രാത്രി മുഴുവനും സമാധാനമാണ്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലൈലത്തുൽ ഖദർ 27-ാം രാവിലാണെന്ന് ഖണ്ഡിതമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തലീബ് പറഞ്ഞത് ഇന്നാ അൻസൽനാഹു എന്ന സൂറയിലെ 30 വാക്കുകളാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്ത് അൽ ഖദർ. ലൈലത്ത് അൽ ഖദർ ഖൈറുൻ മിൻ അൽഫി ഷഹർ തനസ്സലു അൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. 20 സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. 30 വാക്കുകളാണ്. ആ രാത്രി സമാധാനമാണ് എന്ന് പറഞ്ഞ ഹിയ, ആ രാത്രി എന്നത് 27-ാമത്തെ വാക്കാണ്. അങ്ങനെ വരികയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, റമദാൻ 27-ാം രാവ്, 30 ദിവസങ്ങളിലെ 27, 30 വാക്കുകളിലെ 27-ാമത്തെ വാക്കാണ് ഹിയ. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ സാധ്യത ഏറ്റവും കൂടുതൽ 27-ാം രാവിനാണെന്ന് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അതോടൊപ്പം ലൈലത്തുൽ ഖദർ അതുകൊണ്ട് അല്ലാഹു അവന്റെ മഹലായ ഫള് കൊണ്ട് ഈ പുണ്യമായ രാവ് ലൈലത്തുൽ ഖദറായി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, നീ ഞങ്ങൾക്കും ലോക മുസ്ലിമീങ്ങൾക്കും വിശ്വാസി ജനങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചുപോയവർക്ക് അല്ലാഹുവേ നരകമോചനം
അള്ളാഹു ഞങ്ങൾക്ക് മാതാപിതാക്കൾ, ഉസ്താദുമാർ, പഠിക്കാൻ സഹായിച്ചവർ, ദാറുൽ ഹുദ വെളിപ്പാട് അകലെയാണ്, നമ്മുടെ സ്ഥാപനങ്ങൾ, മദ്രസകൾ, നമ്മുടെ പള്ളി മഹല്ലുകൾ, ഇതിനൊക്കെ പ്രവർത്തിച്ചു പോയ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ആളുകൾ, അള്ളാഹു ഞങ്ങളെല്ലാവർക്കും നീ നരകമോചനം നൽകണേ തമ്പുരാനെ. നബി മുഹമ്മദ്. ഭൂമിയിലൂടെ ഒരാൾ ഇങ്ങനെ കടന്നു പോകുമ്പോ ഒരു മേഘം കടന്നു വന്നു. മേഘത്തിന്റെ ഉള്ളിൽ നിന്നൊരു വിളിയാളം വന്നു, ഇസ്ഖി ഹദീഖത ഫുലാൻ. ഏതോ ഒരാളിന്റെ പേര് പറഞ്ഞ് അയാളുടെ തോട്ടം പോയി നനച്ചു കൊടുക്കണം. ഒരാളിങ്ങനെ നടക്കുകയാണ്, ഒരു ഭൂമിയിലൂടെ പോകുമ്പോ ഒരു മേഘം താഴേക്ക് വന്ന് ആ മേഘത്തിൽ നിന്നൊരു അശരീരി കേൾക്കാനിടയായി. ആ സ്വഹീഹായ ഹദീസ് ഉദ്ധരിക്കുന്നത് ഇമാമുന മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ആ മേഘം മഴയായി പെയ്തിറങ്ങി. മേഘത്തിന്റെ വെള്ളം, ആ മഴയുടെ വെള്ളം ചാലുകളായി ഒഴുകാൻ തുടങ്ങിയപ്പോ ഒരു മൺവെട്ടി എടുത്ത് ആ വെള്ളം തെളിച്ചു കൊണ്ടുപോയി ഒരു തോട്ടം വരെ കൊണ്ടുപോയിട്ട് ഇയാൾ ചോദിച്ചു തോട്ടത്തിൽ കണ്ട ആളോട്, അല്ല നിങ്ങളുടെ പേരിന്നതാണോ? അയാൾ പറഞ്ഞു, അതെ. എങ്ങനെ അറിയാം? ഞാൻ മരുഭൂമിയിൽ ഈ മഴവെള്ളത്തിന് കാരണമായ മേഘം താഴേക്ക് വന്ന് അതിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇസ്ഖി ഹദീഖത ഫുലാൻ. നിങ്ങളുടെ പേര് പറഞ്ഞ് ഈ തോട്ടം നനച്ചു കൊടുക്കണമെന്ന് എന്നോട് ആരോ പറയുന്ന പോലെ എന്നോട് പറഞ്ഞു തരിൻ. ഉൻഷിദുക ബില്ലാഹ്, അല്ലാഹുവിനെ വിചാരിച്ചു പറഞ്ഞു തരണേ, നിങ്ങൾ ചെയ്യുന്ന നന്മ എന്താണ്? അദ്ദേഹം പറഞ്ഞു, മറ്റൊന്നുമല്ല, എന്റെ പേര് നിങ്ങൾ കേട്ടിരിക്കെ ഞാൻ പറഞ്ഞു തരാം. ഈ കൃഷിയുടെ വരുമാനത്തിന്റെ 1/3 എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ഞാൻ മാറ്റിവെക്കും, എൻ്റെ മക്കൾക്ക് വേണ്ടി. വരുമാനത്തിന്റെ 1/3. വരുമാനത്തിന്റെ മറ്റൊരു 1 പാവപ്പെട്ട മിസ്കീന്മാർക്ക്, പാവപ്പെട്ടവർക്ക് ഞാൻ സ്വതക്ക ചെയ്യുന്ന ആളാണ്. പിന്നെ 1 ശേഷിക്കുന്ന ഒരു ഭാഗം അത് ഞാൻ കൃഷി ഇറക്കാൻ ഉപയോഗിക്കും അടുത്ത തവണത്തേക്ക്. അങ്ങനെ നിരന്തരമായി തന്റെ വരുമാനത്തിൽ ഒരു ഓഹരി പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അത് അല്ലാഹു സ്വീകരിച്ചിരിക്കണം, അതായിരിക്കണം നിങ്ങളോട് ഇത് പറയപ്പെടാൻ കാരണമെന്ന് ആ തോട്ടത്തിന്റെ ഉടമ പറഞ്ഞു കൊടുത്ത കഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് കേൾപ്പിച്ചു കൊടുക്കുന്നു. സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ പറ്റും. അങ്ങനെ ദാനം ചെയ്ത സ്വഹാബിയാണ് അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു. ഓർമ്മയുണ്ടോ? അന്നൊരിക്കൽ മദീനയുടെ പള്ളിയിൽ വന്ന് മിണ്ടാതെ ആരാരുമില്ലാത്ത നേരത്ത് പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് നബി തങ്ങൾ ചോദിച്ചു, അബൂ ഉമാമ, യാ അബാ ഉമാമ, ആരാരും നിസ്കരിക്കാനില്ലാത്ത നേരത്ത് എന്തിനാണോ നിങ്ങൾ ഈ പള്ളിയിൽ ഇന്നേരം ഇരിക്കുന്നത്? നബിയേ, ദുയൂനി വഹുമൂമി ലസിമതിനി യാ റസൂലല്ലാഹ്. ഒരുപാട് കടങ്ങളും സങ്കടവും ഉണ്ട് നബിയേ, കടങ്ങൾ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നബിയേ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു കടം കൊണ്ട് വലഞ്ഞപ്പോ, പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ വന്നപ്പോ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് അഭയം പ്രാപിച്ചു വന്ന സ്വഹാബി അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, യാ അബാ ഉമാമ, അല്ലയോ അബൂ ഉമാമ, അലാ ഉഅല്ലിമുക കലിമാത്ത്, നിങ്ങൾക്ക് ഞാൻ ഏതാനും ചില വചനങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ? ലൗ ഖുൽതഹാ, ആ വചനങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ, ഖലല്ലാഹു അൻക ദൈനക്, നിങ്ങളുടെ കടം അല്ലാഹു വിട്ടുതരികയും, വകഫാക ഹമ്മക്, നിങ്ങളുടെ സങ്കടം അല്ലാഹു തീർത്തു തരികയും ചെയ്യും. അബൂ ഉമാമ, ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? ലോകത്തിന്റെ റഹ്മത്തായി വന്നവരെ, നബിയേ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ചില വാക്ക് പഠിപ്പിച്ചു തരട്ടെയോ? അബൂ ഉമാമ, ചൊല്ലിക്കോളൂ, എപ്പോഴും രാവിലെയും വൈകുന്നേരവും ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ കടം അല്ലാഹു വിട്ടുതരുമെന്ന് പഠിപ്പിച്ചു കൊടുത്തു റസൂലുള്ളാഹി തങ്ങൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബതി ദൈനി വഖഹരി റിജാൽ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏതാനും ആഴ്ചകളെ ചൊല്ലേണ്ടി വന്നുള്ളൂ. എങ്ങനെയാണാവോ എൻ്റെ ഈ കടങ്ങളൊക്കെ ഞാൻ വീട്ടുക എന്ന് ചിന്തിച്ച് വിഷമിച്ചിരുന്ന സ്വഹാബിയുടെ കടങ്ങളെല്ലാം അവരറിയാത്ത വഴിക്ക് അല്ലാഹു കടം വീട്ടിക്കൊടുത്തത് ഈ ദിക്റിന്റെ മഹത്വം ഉദ്ധരിച്ചുകൊണ്ട് ഇതേ സ്വഹാബി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു.
അള്ളാഹുവിന്റെ നിഅമത്ത് ചെയ്തു, ഒരുപാട് അനുഗ്രഹം ചെയ്തു. കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിന്റെ വഴിയിലേക്ക് ദാനവും ചെയ്ത സ്വഹാബിയാണ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരിക്കൽ 3 ദിർഹമല്ലാതെ മറ്റൊന്നും കയ്യിൽ ബാക്കിയില്ല. 3 അപ്പോഴാണ് വാതിൽക്കൽ വന്ന് അനസ്സായിലു, ഞാനൊരു യാചകനാണ്, സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോ ഫഅതാഹു ദിർഹമൻ, 1 ദിർഹം അയാൾക്ക് കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞ് വേറെ ഒരാൾ വന്നു, വല്ലതും തരണേ എന്ന് ചോദിച്ചപ്പോ 2ാമത്തെ ദിർഹമും കൊടുത്തു. പിന്നെ 3ാമതൊരാൾ കടന്നു വന്നു, അയാളും ചോദിച്ചു വല്ലതും തരണേ. തന്റെ കയ്യിലുള്ള 3ാമത്തതും കൊടുത്തു. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു 3ാമത്തതും കൊടുത്തു കഴിഞ്ഞു. അപ്പോ വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാരിയുണ്ട്, അടിമപ്പെണ്ണുണ്ട്. അവരെന്ന് ക്രിസ്ത്യാനിയാണ്. ആ പെണ്ണ് പറഞ്ഞു, അബാ ഉമാമ, അല്ലയോ അബൂ ഉമാമ, നിങ്ങളുടെ കയ്യിൽ ഒന്നുപോലും ബാക്കി വെക്കാതെ എല്ലാം നിങ്ങൾ എന്തിന് കൊടുത്തു കഴിഞ്ഞു അബൂ ഉമാമ? 1 ദിർഹമെങ്കിലും ബാക്കി വെച്ചുകൂടായിരുന്നോ? നിങ്ങൾക്ക് ഇന്ന് നോമ്പില്ലേ? നോമ്പ് തുറക്കാൻ ഭക്ഷണം വാങ്ങിക്കണ്ടയോ? ഉമാമ പറഞ്ഞു, അല്ലാഹു ഖൈർ, അല്ലാഹു അക്തറു, അല്ലാഹു തരുമല്ലോ. ഈ പെണ്ണ് പറയുന്നുണ്ട്, സംഭവം ഉദ്ധരിക്കുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു യസീദ് ഇബ്നു ജാബിർ റളിയല്ലാഹു തആല അൻഹു ആണ്. ആ പെണ്ണ് ഉദ്ധരിക്കുന്ന സംഭവം, അന്ന് മഗ്രിബ് നിസ്കാരമായപ്പോ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ഞാൻ എങ്ങനെയൊക്കെയോ ശരിയാക്കി. ഔഖത്തു സിറാജൻ, അവർക്ക് വിളക്ക് കത്തിക്കാൻ അല്പം എണ്ണയും സംഘടിപ്പിച്ച് ഞാൻ വിളക്ക് കത്തിച്ചു കൊടുത്തു ഭക്ഷണം കഴിക്കാൻ. ആ ഭക്ഷണം കണ്ടപ്പോ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹാദാ ഖൈറും മിൻ ഇൻദിഹി, ഇത് അല്ലാഹു തന്ന നിഅമത്താണ്. കിടക്കാനുള്ള കിടപ്പറ വിരിപ്പ് ശരിയാക്കി കൊടുക്കുന്ന നേരത്ത് വിരിപ്പങ്ങ് പൊക്കിയപ്പോൾ പെണ്ണിന് കാണാൻ കഴിഞ്ഞത് 300 ദീനാർ, 300 സ്വർണ്ണ നാണയം. 300 സ്വർണ്ണ നാണയം വിരിപ്പിന്റെ അടിയിൽ. ഇവളിങ്ങനെ പറഞ്ഞു, പടച്ചവനെ, വെറുതെ അല്ല, 300 സ്വർണ്ണ നാണയം ബാക്കി വെച്ചിട്ടാണ് ഈ 3 വെള്ളി നാണയം സ്വതക്ക ചെയ്തത് എന്ന്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഇവര് ചോദിച്ചു, അല്ലയോ അബൂ ഉമാമ, നിങ്ങൾ വിരിപ്പിൽ ഒളിപ്പിച്ചു വെച്ചത് ഞാൻ കണ്ടില്ലെന്ന് വിചാരിച്ചോ? 300 സ്വർണ്ണ നാണയം ഞാൻ കണ്ടില്ലെന്ന് വിചാരിച്ചോ? അവർ ചോദിച്ചു, എന്ത്? അയ്യു ദീനാരിൻ, ഏത് ദീനാർ? ഞാൻ ഒന്നും ബാക്കി വെച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്കറിയണോ, നിങ്ങളുടെ വിരിപ്പിന്റെ ഉള്ളിൽ 300 സ്വർണ്ണ നാണയം ഞാൻ കണ്ടിട്ടുണ്ട്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റൂമിലേക്ക് ചെന്ന് നോക്കി, ഫതഅജ്ജബ, അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഹാദാ മിൻ ഇൻദിഹി, ഇത് അല്ലാഹു തന്നതായിരിക്കണം. ഇത് കണ്ടപ്പോഴാണ് ക്രിസ്ത്യാനിയായിരുന്ന ഈ പെണ്ണ് പറഞ്ഞത്, ഫഖതഅതു സിന്നാരി, എന്റെ കഴുത്തിൽ കിടക്കുന്ന കുരിശിന്റെ മാല ഞാൻ പൊട്ടിച്ചെറിഞ്ഞു. ആ മാല ഞാൻ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, നീ സത്യമാണ്. അല്ലാഹുവേ, നീ എന്റെ മഅബൂദാണ്. നിന്റെ നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ സത്യസന്ധരായ നബിയാണ്. അവരാണല്ലോ പഠിപ്പിച്ചത്, മാ നഖസ സദഖതു അഹദികും മിമ്മാലികും ശൈആ, നിങ്ങൾ ചെയ്യുന്ന ദാനം കൊണ്ട് ഒരിക്കൽ പോലും അല്ലാഹു നിങ്ങൾക്ക് കുറവ് വരുത്തുകയില്ലെന്ന് പഠിപ്പിച്ച നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അതല്ലാഹ് ചിലർക്ക് അല്ലാഹു ഇവിടെ കൊടുക്കും, ചിലർക്ക് പരലോകത്ത് കൊടുക്കും, ചിലർക്ക് അല്ലാഹു ചാല ഏറ്റി കൊടുക്കും, ചിലർക്ക് അല്ലാഹു പരീക്ഷണമായി അല്ലാഹു ചിലത് കൊണ്ടുപോകും. പക്ഷേ സ്വതക്ക കൊണ്ടാർക്കും നഷ്ടം സംഭവിച്ചിട്ടില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അങ്ങനെ കരച്ചിലായി നരകത്തിന്റെ ശിക്ഷ സഹിക്കാൻ കഴിയാതെ, യാ മാലികു, മാലിക് എന്ന മലക്കേ, നിങ്ങൾ അല്ലാഹുവിനോടൊന്ന് പറയണേ, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരാൻ. ഇനി ഒരിക്കലും ഞങ്ങൾ തെറ്റിലേക്ക് പോകില്ല. ഇനി ഒരിക്കലും പടച്ചവനില്ലെന്ന് നിരീശ്വരവാദം ഞങ്ങൾ പറയില്ല. ഇനി ഒരിക്കലും ബഹുദൈവത്വവാദം ഞങ്ങൾ പറയില്ല. ഞങ്ങളെ ഒന്ന് വിട്ടയക്കുമോ എന്ന് റബ്ബിനോടൊന്ന് ചോദിക്കണേ. ആ ചോദ്യം കഴിഞ്ഞു 1000 വർഷം കഴിഞ്ഞ് പരലോകത്തിന്റെ 1000 ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന, 50000 വർഷമാണത്രേ പരലോകത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. 1000 വർഷത്തിന്റെ ഗ്യാപ്പ് കഴിഞ്ഞ് അല്ലാഹുവിന്റെ മറുപടി വരുന്നു.
യഖ്സഉ ഫീഹാ വലാ തുകല്ലിമൂൻ. മിണ്ടാതെ അവിടെ കഴിഞ്ഞേക്കണം, നിങ്ങൾ എന്നോട് മിണ്ടിപ്പോവരുത്. ആ മറുപടി കൂടെ വന്നു കഴിഞ്ഞാൽ നരകവാസികൾക്ക് തേങ്ങലല്ലാതെ ഒന്ന് വാവിട്ട് കരയാൻ പോലും കഴിയുകയില്ലെന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് താക്കീത് റഹ്മത്ത്, അല്ലാഹുവിന്റെ റഹ്മത്താണ്, അവന്റെ കരുണയാണ്. വരാൻ പോകുന്ന ഒരു അപകടത്തെ നേരത്തെ അവൻ പറഞ്ഞു തരുന്നത് റബ്ബിന്റെ കരുണയാണ്. അതുകൊണ്ടാണ് നരകത്തെ സംബന്ധിച്ച് പറയുന്ന ഭാഗം, നരകത്തെ സംബന്ധിച്ച് സൂറത്തുർ റഹ്മാനിൽ പറയുന്ന ഭാഗം, അത് കഴിയുമ്പോഴും അതിന്റെ ഇടക്കല്ലാഹു ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നരകത്തെപ്പറ്റി പറയുമ്പോഴും അള്ളാഹുവിന്റെ ഏത് അനുഗ്രഹമാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട്? നരകമുണ്ടെന്ന് പറഞ്ഞു തരുന്നത് ഒരു കരുണയാണ്. പോകുന്ന വഴിയിൽ ഗട്ടറുകളുണ്ട്, പോകുന്ന വഴിയിൽ കുഴിയുണ്ട്, പോകുന്ന വഴിയിൽ അപകടമുണ്ടെന്ന് നേരത്തെ ഒരാൾ പറഞ്ഞു തരുമ്പോ കരുതി യാത്ര ചെയ്യാൻ കഴിയും. അത് കരുണയാണ്. അതറിയിച്ചുകൊണ്ടാണ് വിശുദ്ധ നബിതങ്ങളും ഈ ദീനിന്റെ പ്രബോധകന്മാരും അള്ളാഹുവിന്റെ ദീൻ ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. വിശുദ്ധ റമദാൻ ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിലൂടെ കഴിഞ്ഞു കടക്കുകയാണ്. ഒരു റമദാൻ, 2, 3, 4, ഡിസംബർ, ജനുവരി ആയിട്ട്, മുഹറം, ദുൽഹജ്ജായിട്ട് മാസങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നു. നമ്മുടെ ആയുസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, മരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴെങ്കിലും ഓർമ്മയുണ്ടോ നമ്മൾ എത്ര കാലം ജീവിച്ചു, ഇനി എത്ര നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്? നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധ ആകാശലോകത്ത് അവന്റെ മലക്കുകളാൽ അല്ലാഹു രേഖപ്പെടുത്തി വെക്കാൻ പറഞ്ഞു. നമുക്ക് എന്തൊക്കെ കിട്ടണം, എന്തൊക്കെ ലഭിക്കണം, എന്തൊക്കെ നഷ്ടമാവണം, എന്തൊക്കെയാണ് നമ്മുടെ ജീവിത വ്യവഹാരങ്ങൾ, കച്ചവടം, നമ്മുടെ ജോലി, നമ്മുടെ ഏർപ്പാടുകൾ, നമ്മുടെ ഐഹികമായ സുഖസൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ, ഇതെന്തൊക്കെയാണെന്ന് പടച്ച തമ്പുരാൻ ആകാശലോകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വായകീറി മനുഷ്യനെ പറഞ്ഞയച്ച സൃഷ്ടാവ് തന്നെ. നിങ്ങൾ അധ്വാനിക്കണം, പക്ഷേ നിങ്ങളുടെ ജീവിതം അതിനല്ല. അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം ഒരുക്കി വെച്ചവനാണ്, പക്ഷേ നിങ്ങൾ പറഞ്ഞയച്ചത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നിങ്ങൾ എനിക്ക് വഴിപ്പെട്ട് ജീവിക്കണം. നിങ്ങളുടെ ശരീരത്തിനല്ല വഴിപ്പെടേണ്ടത്, എനിക്ക് വഴിപ്പെടണം. ആ ഒരു തത്വത്തിൽ ഊന്നിയാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു നമ്മെ അങ്ങനെ തന്നെ ആക്കി തരട്ടെ. സുന്നത്തിലൂടെ നമുക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയും. അവൻ നിർബന്ധമാക്കിയത് ചെയ്തു, പുറമെ എക്സ്ട്രയും ചെയ്തു. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും. എന്നിലേക്ക് ഓടി വന്നാലോ എന്റെ ആളായില്ലേ? അതുകൊണ്ട് സുന്നത്തായ നോമ്പുകളും സുന്നത്തായ സ്വതക്കകളും സുന്നത്തായ ദാനധർമ്മങ്ങള് എല്ലാം വർദ്ധിപ്പിക്കും. അള്ളാഹുലേക്ക് അടുക്കാനുള്ള, അവന്റെ സ്നേഹം കിട്ടാനുള്ള നവാഫിൽ സുന്നത്തുകളായ കാര്യങ്ങൾ ചെയ്യുക. ഫർള് ഇപ്പൊ എല്ലാരും ചെയ്യണല്ലോ, സുബഹിസ്കരിക്കണല്ലോ എന്ന് വേദം പറയേണ്ട കാര്യമില്ല. മുസ്ലിമീങ്ങൾ അത് ചെയ്യുമല്ലോ. അതിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തുൽ ഫജ്ർ, അതുകൂടെ അങ്ങ് നിസ്കരിച്ചേക്കണം. ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം. സുന്നത്ത് നിസ്കരിക്കാത്തൊരു സുന്നത്ത് തുടങ്ങണം. ഫർളുമ മാത്രം നിർത്തല്ലേ. അത് ഏത് ലോക്കൽ മുസ്ലിമും ചെയ്യണ പണിയല്ലേ? ഫർള് നിസ്കരിക്കുക 5 നേരം. അത് ചെയ്യാത്തവരുണ്ടാവില്ല എന്ന് വിചാരിച്ചു. അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല എന്നാ നമ്മൾ അങ്ങനെ ചിന്ത പറയണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പരപരാ വിളി. അള്ളാഹു പറഞ്ഞത് അങ്ങനെയല്ല. നിനക്കെന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണമിടോ, എനിക്ക് നിന്നെ വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ 5 നേരം നീ എന്ത് ജോലി തിരക്കാണെങ്കിലും തൊട്ടടുത്ത് കിട്ടുന്ന നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് കയറി നീ നിസ്കരിക്ക്. എനിക്ക് ആ സമയം നീയുമായി സംസാരിക്കണം. അതെന്റെ ഇഷ്ടമാണ്, എന്റെ ആഗ്രഹമാണ്. അത് ഞാൻ വിട്ടുതരൂല. അതാണ് ഈ ഫർള് നിസ്കാരത്തിന്റെ യുക്തി. ഞാനത് വിട്ടുതരൂല, എനിക്ക് നിന്നെ വേണം. അള്ളാഹു പറയാം. എന്തൊരു അത്ഭുതമാണല്ലേ. നമ്മൾ വിചാരിക്കുന്നത് അള്ളാഹ്ക്ക് എന്താ മെച്ചം കിട്ടാനാണ്. നമുക്ക് മെച്ചം കിട്ടാൻ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിനാണ്. അതുകൊണ്ട് ഞാൻ നിർബന്ധമാക്കിയതിനോളം എന്നോടടുക്കാനുള്ള വഴി വേറെയില്ല. എന്നാൽ അല്ലാഹു തആല പറയുന്നത്, മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിക്കുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങൾ പറയട്ടെ, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു. ഞാൻ നിർബന്ധമാക്കിയ ഫർള് കൊണ്ട് ഞാനും അവനും അടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടക്കുള്ള സുന്നത്ത് കുറച്ച് എക്സ്ട്രാ ഞാൻ നിർബന്ധമായി പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ജോലി ചെയ്തില്ലേ? ളുഹറിന് വന്നു, അതിന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് പോകുന്നില്ല, അവൻ 2 റക്അത്ത് പിന്നെ സുന്നത്ത് നിസ്കരിച്ചു. പിന്നെയും പോയില്ല, അവർ 2 പേജെങ്കിലും ഖുർആൻ ഓതി. വേറെ പണിയൊന്നും തിരക്കൊന്നുമില്ലല്ലോ. അൽഹംദുലില്ലാഹ്. അപ്പൊ എനിക്ക് അവനോടൊരു സ്നേഹം കൂടും. ഹത്താ ഉഹിബ്ബഹു. എനിക്ക് അവനോടൊരു മനസ്സിനുള്ളിൽ ഒരു സ്നേഹം വരും. യാ അല്ലാഹ്, അത് നമുക്കുണ്ടോ? നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടോ? അതൊക്കെ
വിദഗ്ധാന്ന് പറഞ്ഞു എന്നിട്ട് ഓടുകയാണോ? നമ്മൾ എന്താ ചെയ്യുന്നത് ചിന്തിക്കേണ്ട കാലമാണ്. സുന്നത്ത് ചെയ്യുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖുദ്സിയായ ഹദീസ് ഉദ്ധരിക്കുകയാണ്. അല്ലാഹു പറയുന്നതായിട്ടാണ് ഈ ഹദീസിന്റെ രീതി. അങ്ങനെയാണ് അല്ലാഹു പറയുന്ന ഖുർആൻ അല്ലാത്ത വചനങ്ങളുണ്ട്. അതിനാണ് ഹദീസ് ഖുദ്സി എന്ന് പറയാ. അല്ലാഹുവിന്റെ വചനം തന്നെ, പക്ഷെ ഖുർആൻ അല്ല. ഫഇദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ എങ്ങാനും സ്നേഹിച്ചു തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? പിന്നെ ഈ ചെവിയുടെ പരിധി 20 മുതൽ 20,000 ഹെർട്സ് അല്ല, പിന്നെ അതിനപ്പുറമുള്ളത് കേൾക്കാൻ കഴിയും. കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് പിന്നെ ഞാനാണ്. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാണ്. വയദഹു അല്ലതീ യബ്തിഷു ബിഹാ, അവൻ തൊടുന്ന കൈ ഞാനാണ്. അവൻ നടക്കുന്ന കാല് ഞാനായി മാറും. അല്ലാഹു പറയാൻ ചില വലിയ വലിയ അത്ഭുതങ്ങൾ കയ്യിലും കാലിലും കണ്ണിലും കാതിലും ഒക്കെ കാണാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്. എനിക്ക് പറയട്ടെ, ഒന്ന്, എന്തുകൊണ്ട് മക്കൾ മോശമാകുന്നു? സുഉത്തർബിയ, അവർക്ക് തർബിയത്ത് കൊടുക്കാതിരിക്കുമ്പോ, നല്ല നിലക്ക് വരെ വളർത്താതിരിക്കുമ്പോ, ഉമ്മയെ ഉപ്പ തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുമ്പോ നോക്കണം, തനിക്ക് കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുന്ന തന്റെ ഭാര്യ എങ്ങനത്തവളാണ്, അവൾ സ്വാലിഹത്താവണം, അവൾ ദീനറിയുന്നവളാവണം, അവൾ നന്മയുടെ വീട്ടിൽ വളർന്ന മോളാവണം. ഇത് നോക്കൽ ഭർത്താവിന്റെ ബാധ്യതയാണ്. ആ ഭർത്താവാണ് പിന്നെ പിതാവാകാൻ പോകുന്നത്. അതുകൊണ്ട് പിതാവിന്റെ ബാധ്യതയുണ്ട്. കുഞ്ഞിന്റെ ഉമ്മ എങ്ങനത്തവളാണെന്ന് ശരിക്ക് നോക്കി സെലക്ട് ചെയ്യേണ്ട ആളാണ് പിതാവ്. മറന്നു, ഈ മക്കളങ്ങ് നന്നായാൽ കിട്ടുന്ന ലാഭം എത്രയാണ്? മക്കള് നന്നായാൽ കിട്ടുന്ന ലാഭം എത്രയാണ്? ഇദാ മാതൽ അബ്ദു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാത്ത്. 20-ൽ മരിക്കുന്നവര്, 35-ൽ മരിക്കുന്നവര്, 40-ൽ, 45-ൽ, 50-ൽ, 55-ൽ, 60-ൽ, 70-ൽ, അതിൽ താഴെയും ഇടക്കും ഒക്കെ പ്രായത്തിൽ മരിച്ചു പോകുന്നവർ, അല്ലാഹു ഇവിടുന്ന് പോകാൻ കണക്കാക്കിയ നേരമായാൽ ഏതെങ്കിലും രോഗത്തിലൂടെയോ അല്ലാതെയോ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മളാരും ഉറപ്പിക്കണ്ട, ജനിച്ചു വീണാൽ പിന്നെ ഒരു 70 കഴിയാതെ മരിക്കില്ലെന്ന് ഉറപ്പിക്കണ്ട. മരണത്തിന് അല്ലാഹു സമയം പറഞ്ഞിട്ടില്ല, എപ്പോഴും ആവാം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കർമ്മവും നമുക്ക് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഒരു മകൻ, ഒരു മകൾ നമുക്ക് ജീവിച്ചിരിപ്പുള്ള ഒരു സമയത്ത് തർബിയത്ത് ചെയ്ത് വളർത്തിയ ഒരു മോനോ ഒരു മോളോ നമുക്കുണ്ടാവുകയാണെങ്കിൽ, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, ആണിനും പെണ്ണിനും പറയുന്ന വാക്കാണ് അറബിയിൽ വലത്. പ്രത്യക്ഷത്തിൽ ആൺകുട്ടി എന്നാണ് അർത്ഥമെങ്കിലും പെൺകുട്ടികൾക്കും പറയും വലതെന്ന്. വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, ആൺകുട്ടി മാത്രമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇബിൻ, അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ഇബിനത്ത്. എന്നാൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഉൾക്കൊള്ളിക്കുന്ന വാക്കാണ് ഔലാദ്. വലതെന്ന് പറയുന്നത് ആണോ പെണ്ണോ ആയിട്ടൊരു കുട്ടി ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ മകൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും, ആ മകൻ ചെയ്യുന്ന നന്മകളത്രയും, ആ മകന്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡും മരിച്ചു കിടക്കുന്ന ഉപ്പയുടെ ഉമ്മയുടെ ഖബറിലേക്ക് ചൊല്ലുന്ന നന്മയാണ്. ലാഭമല്ലേ അത്? ലാഭമല്ലേ അത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മക്കളുടെ പ്രാർത്ഥന കാരണം ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്ന എത്രയോ ഉപ്പമാരെ അല്ലാഹു രക്ഷപ്പെടുത്തുന്നുണ്ട്. എത്രയോ ഉമ്മമാർ മക്കളുടെ ദുആ കൊണ്ട് രക്ഷപ്പെടുന്നുണ്ട്. അവരുടെ മുമ്പിലേക്ക് പ്രകാശത്തിന്റെ തളികയിൽ അല്ലാഹു മക്കള് ചെയ്യുന്ന സ്വതക്കയെ കൊണ്ടുപോയി കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെയുള്ള പരിപാടികൾ ഉണ്ടാക്കാൻ മരിച്ചുപോയ വല്ലിപ്പാക്ക് വേണ്ടി, മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി, മരിച്ചുപോയ വല്യമ്മക്ക് വേണ്ടി എന്ന് പറയുന്ന ആ സ്വതക്കകൾ ചെയ്തവർക്ക് തത്തുല്യമായ പ്രതിഫലം നൽകുന്നതോടൊപ്പം മരിച്ചുപോയുടെ ഖബറിലേക്ക് പ്രകാശത്തിന്റെ തളികയിൽ ആ പ്രതിഫലം തൽസമയത്ത് അല്ലാഹു കൊടുക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? ഇത് ലാഭമാണ്. മക്കളാൽ കിട്ടേണ്ട സൗഭാഗ്യം ഇതാണ്. അവർ ദുഷിച്ചു പോയാൽ അപകടമാണ്. ഏത് വിഷയം അങ്ങനെയല്ലേ? ഒരു ബിസിനസ് അത് പച്ചപിടിച്ചാൽ ലാഭമാണ്, അത് തകർന്നാലോ മഹാനഷ്ടമായിരിക്കും.
അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളിൽ അള്ളാഹു കൺകുളിർമയെ തരട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായി വരുന്നതാണ്. അസ്സലാമു അലൈക്കും.